എത്തിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഇതിപ്പോൾ മരുന്നുകൾ എത്തിക്കുന്ന ദൃശ്യമാണ്. ഇത് നമുക്കറിയാം അത്രയേറെ സജ്ജമായിട്ട് തന്നെയാണ് മെഡിക്കൽ കോളേജ് നിൽക്കുന്നത്. ഇവിടെ തന്നെ ആവശ്യത്തിലധികം ഡോക്ടർമാരുണ്ട്. ഇനി ആവശ്യമെങ്കിൽ മാത്രം പുറത്തുനിന്ന് വന്നാൽ മതിയെന്നാണ് മന്ത്രി പി രാജീവ് പറഞ്ഞത്. നേരത്തെയൊക്കെ നമ്മൾ ദൃശ്യങ്ങൾ കണ്ടതാണ്. വളരെ ദയനീയമായിട്ടുള്ള, വളരെ വിഷമിപ്പിക്കുന്ന, കണ്ണ് നിറയ്ക്കുന്ന ദൃശ്യങ്ങൾ കണ്ടതാണ്. ഓരോ ചാക്കിലാക്കിയാണ് ഓരോ ഭാഗങ്ങളായിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് OG ജനേഷ് ചേരുന്നുണ്ട്. വളരെ ദയനീയമായിട്ടുള്ള, വിഷമിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെയൊക്കെ കണ്ടത്. തീർച്ചയായും തീരെ അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു സംഭവമാണ്. വളരെ ഞെട്ടലോടുകൂടി തന്നെയാണ് കേരളീയ പൊതുസമൂഹം നോക്കിക്കാണുന്നത്. കൂടുതൽ മരണസംഖ്യകൾ ഉയരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇതിനോടകം തന്നെ എത്രത്തോളം ആളുകൾ മരണപ്പെട്ടു എന്നുള്ളതാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. പിന്നെ വളരെ ദാരുണമായൊരു സംഭവം, വളരെ വേദനാജനകമായ സംഭവം തന്നെയാണ്. തീർച്ചയായും ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ വെച്ച് പുലർത്തേണ്ടുന്ന മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടുന്ന സാഹചര്യത്തിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. രക്ഷാപ്രവർത്തനം ദുഷ്കരമാകുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായിരുന്നതെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്ന കേന്ദ്രങ്ങളിലൊക്കെ തന്നെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് കൂടി സാധിക്കാവുന്ന ഇടങ്ങളിൽ വേണമെന്നുള്ളതാണ് ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ആഘാതത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഇതിൻ്റെ മരണസംഖ്യകളും അപകടാവസ്ഥകളും കൂടാതിരിക്കട്ടെ എന്ന ഒരു പ്രാർത്ഥനയാണ് കേരളീയ പൊതുസമൂഹത്തിനുള്ളത്. ഇപ്പോഴും ആ നിർമ്മാണശാലയ്ക്ക് സമീപത്തേക്ക് എത്താൻ കഴിയാത്തൊരു സാഹചര്യമാണ്. തുടർച്ചയായിട്ട് ഇങ്ങനെ പൊട്ടിത്തെറികൾ ഉണ്ട്. അതും രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളിയാണ്. അതായത് അവിടെ കടന്ന ചെന്ന ആളുകൾ പറഞ്ഞതും അവിടേക്ക് പ്രവേശിച്ചതിന് ശേഷം വീണ്ടും ചില കേന്ദ്രങ്ങൾ, ചില ഭാഗങ്ങളിൽ നിന്നൊക്കെ തന്നെ ഇത്തരത്തിലുള്ള പൊട്ടലുകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും രക്ഷാപ്രവർത്തനത്തേക്ക് സ്വാഭാവികമായിട്ടും ദുഷ്കരമാക്കുന്നുണ്ട്. പിന്നെ ഇത്തരം സ്ഫോടവസ്തുക്കളൊക്കെ കൈകാര്യം ചെയ്യുമ്പോഴുണ്ടാകുന്ന ഒരു ഭയം സ്വാഭാവികമായിട്ട് അത്തരം മേഖലയിലേക്ക് കടന്നു വരാൻ ആളുകൾക്ക് സ്വാഭാവികമായിട്ടുണ്ടാകും. അപ്പോൾ രക്ഷാപ്രവർത്തനത്തേക്ക് അത് വളരെ സീരിയസ് ആയി തന്നെ ബാധിച്ചിട്ടുണ്ട്. 3 മണിക്ക് നടന്ന സംഭവമാണ്. ഇതിനോടകം തന്നെ നമുക്കൊരു വ്യക്തതയിലേക്ക് എത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കണക്കനുസരിച്ച് ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. 40, 42 ഉണ്ട്, 42 കൂടുതലുണ്ടെന്നൊക്കെ ഇപ്പോഴും നമുക്ക് കൃത്യമായി അറിയാൻ സാധിക്കുന്നില്ല എത്ര പേരാണ് അവിടെ. കണക്കിൻ്റെ അല്ല, ഓരോ ജീവനും വിലപ്പെട്ടതാണല്ലോ. എത്ര 1 എന്നാലും 2 ആയാലും എത്ര വലിയ ഫിഗറായാലും തന്നെ അതൊക്കെ തന്നെ വളരെ പ്രയാസപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ കണക്കിൻ്റെ പ്രശ്നമല്ല, പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ എത്രയാണ്, അതിലെത്ര പേർക്ക് ഇപ്പോൾ അപകടം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ചൊരു വ്യക്തത വരുത്തുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്താൻ വേണ്ടി കഴിയുന്നില്ല. അത് രക്ഷാപ്രവർത്തനത്തിൻ്റെ ഒരു സമയത്തിൻ്റെ ഒരു പ്രയാസവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ 3 മണിക്ക് സംഭവിച്ചതാണെങ്കിൽ കൂടിയും അവിടെ തീയണയ്ക്കാനും അവിടേക്ക് കടന്നു ചെല്ലാനൊക്കെ ഉണ്ടായ പ്രയാസവും കാര്യങ്ങളൊക്കെ തന്നെ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നതുകൊണ്ട് തന്നെ മറ്റൊരു രീതിയിലേക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല. എന്നിരുന്നാൽ കൂടി ഇതെല്ലാം തന്നെ പുറ്റിങ്ങൽ അപകടത്തിന് ശേഷം ഉണ്ടായ ഒരു വളരെ വലിയ അപകടം കൂടിയാണ്. അപ്പോൾ അന്ന് ഒരുപാട് കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ വലിയ ചർച്ചകൾ നടന്നു, വലിയ ബോധവൽക്കരണം നടന്നു, കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വീണ്ടും ഒരു അപകടം ഉണ്ടാകുമ്പോൾ കുറേ ചർച്ചകൾ നടക്കും. അങ്ങനെയല്ല വേണ്ടത്. ഒരു മാനദണ്ഡങ്ങളും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഉണ്ടാകുന്നത് നല്ലതാണ് എന്ന് തന്നെയാണ് ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അതുതന്നെയാണ് എൽദോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പുറ്റിങ്ങൽ അപകടം സംഭവിച്ചപ്പോഴും നമ്മളിതെല്ലാം ആവർത്തിച്ചതാണ്, ഇതെല്ലാം പറഞ്ഞതാണ്. പക്ഷേ വീണ്ടും ഒരു അപകടം വരുമ്പോൾ വീണ്ടും നമ്മളിത് ആവർത്തിക്കുകയല്ലാതെ ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ എത്രത്തോളം നമ്മുടെ ഭരണകൂടത്തിന് സാധിക്കുന്നു എന്നുള്ളതാണ്. പുറ്റിങ്ങൽ ഇപ്പോൾ നേരത്തെ ഒരു ജനീഷ് പറഞ്ഞ പോലെ പുറ്റിങ്ങൽ അപകടം സംഭവിച്ചപ്പോൾ നമ്മൾ ഇതുപോലെ ഒരുപാട് ദുഃഖിച്ചതാണ്, വേദനിച്ചതാണ്. ഇനി ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകരുതെന്ന് നമ്മൾ അന്ന് പ്രതിജ്ഞയെടുത്തതാണ്. പക്ഷേ വീണ്ടും അതൊക്കെ ആവർത്തിക്കുന്ന ഒരു സാഹചര്യം. ഈ പൂരമാകുമ്പോൾ ആഘോഷങ്ങൾക്ക് വെടിക്കെട്ട് സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്, അത് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അത് സുരക്ഷിതമായി കൈകാര്യം ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. വെടിക്കെട്ട് നിയമപ്രകാരം നടത്തുന്നതുകൊണ്ട് അതിൻ്റെ സുരക്ഷിതമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വെടിക്കെട്ട് നടത്തുന്നതുകൊണ്ട് വിരോധമില്ല. അതിൻ്റേതായിട്ടുള്ള ഒരു സുരക്ഷിതം ഉണ്ടാകേണ്ടതുണ്ട്. ഇവിടെ വെല്ലുവിളിയായത് രക്ഷാപ്രവർത്തനത്തിന് സമയത്ത് എത്താൻ കഴിഞ്ഞില്ല. പ്രത്യേകിച്ച് ഒരു പാടമാണ്, അവിടെ ബണ്ട് പൊളിച്ചാണ് ഫയർഫോഴ്സിന് എത്താനും ഒക്കെ വലിയ താമസം നേരിട്ടു. അത് ശരിയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ തീപിടുത്തം ഉണ്ടായതിനു ശേഷം ഉണ്ടായിരുന്ന അതിൽ നിന്നും ഒരാളുകൾക്ക് അതിൻ്റെ എത്താൻ പറ്റുന്നില്ല, പൊട്ടിത്തെറിക്കുകയാണ്. അപ്പോൾ അവിടെ അടുത്തുണ്ടെങ്കിൽ പോലും എത്താൻ സാധിക്കാത്ത അവസ്ഥയായിരുന്നു. നിരവധി പേര് മരിച്ചു, നിരവധി പേരെ നമുക്ക് വലിയൊരു തീരാ ദുഃഖമാണ് തൃശ്ശൂരിനും മലയാളികൾക്കും ഉണ്ടായിട്ടുള്ളത്. അത് നമ്മൾ എങ്ങനെ പരിഹരിക്കുമെന്ന കാര്യത്തിൽ വിഷമമുണ്ട്. വലിയൊരു ദുഃഖമാണ് തൃശ്ശൂർക്കാർക്ക്. പൂരം ആഘോഷിക്കാനായി വളരെ സന്തോഷത്തോടെ കാത്തുനിന്ന തൃശ്ശൂർ ജനതയ്ക്ക് മുമ്പിൽ, മലയാളികൾക്ക് മുമ്പിൽ കണ്ണീരോടെ നമ്മൾ നിൽക്കേണ്ട ഒരവസ്ഥയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.